ഹായ് എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇവിടെ ഇപ്പോ 10 ലക്ഷം രാജേശ്വരിക്ക് വാങ്ങാം എന്ന് പറഞ്ഞ് പൈസ നീട്ടുകയാണ് രാജേശ്വരിക്ക് നേരെ ശാലിനി. രാജേശ്വരി ഇത് വാങ്ങുകയും ചെയ്യുന്നു. എല്ലാവരും ഒന്ന് ആശ്വസിക്കുകയാണ്. ശാലിനി പറയുകയാണ്, എണ്ണി നോക്കിയിട്ട് ബോധ്യപ്പെട്ടാൽ മതി. ഇത് കണ്ട് ബാലചന്ദ്രൻ പറയുകയാണ്, ഇപ്പൊ മനസ്സിലായില്ലേ മേഡത്തിന് ചേച്ചി പറഞ്ഞത് ബോധ്യമായെന്ന്. കള്ളൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞ 10 ലക്ഷം രൂപ ഇവൾ പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. ഭൂമിയും വീടുമൊക്കെ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായപ്പോൾ പുറത്തെടുത്തു. അത്ര തന്നെ എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ്, പണം കള്ളം കൊണ്ടുപോയി എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷെ കൊണ്ടുപോയത് കള്ളനോട്ടുകളാണെന്ന് മാത്രം. അന്നേരം പതുക്കെ രാജേശ്വരി ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, അപ്പോ നീ എനിക്ക് കൊണ്ടുവന്ന് തന്നത് കള്ളനോട്ടുകളായിരുന്നു അല്ലേടാ? സോറി ചേച്ചി, രാത്രി നോട്ട് പരിശോധിക്കുന്ന യന്ത്രം കയ്യിലില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? അന്നേരം ശാലിനി പറയുകയാണ്, പണം ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് ഇന്നലെ രാത്രി കള്ളൻ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അമ്മയുടെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ തട്ടിപ്പറിച്ചു കൊണ്ടുപോയ അതേ കള്ളൻ തന്നെ. അതുകൊണ്ട് പണം ബാങ്കിൽ നിന്നും എടുക്കാതെ അവിടെ തന്നെ ഇട്ടു. ആ പണം എടുക്കാനാണ് ഞാനിപ്പോൾ പോയത്. ഇവിടെ കള്ളനോട്ട് കൊണ്ടുവച്ചത് യഥാർത്ഥ കള്ളനെ പൂട്ടാൻ വേണ്ടിയായിരുന്നു. അന്നേരം ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്, എവിടെന്നാ നിനക്ക് ഈ കള്ളനോട്ട് കിട്ടിയത്? മാഡം തെറ്റിദ്ധരിക്കേണ്ട, അത് ഈ സിനിമാക്കാർ ഉപയോഗിക്കുന്ന നോട്ടുകളാണ്. അത് ഫോട്ടോസ്റ്റാറ്റാണ്. ഏത് കൊച്ചുകുട്ടിക്ക് കണ്ടാലും തിരിച്ചറിയാൻ പറ്റും. അപ്പൊ പിന്നെ ആരാ കള്ളൻ, അത് പറയാൻ പറ്റുമോ? ബാലചന്ദ്രനെ ഒന്ന് നോക്കിയിട്ട് ശാലിനി പറയുകയാണ്, തെളിവുണ്ട് മാഡം കയ്യിൽ. അത് ഞാൻ കൃത്യസമയത്ത് പുറത്തെടുത്ത് മാഡത്തിന് തന്നെ തരും. ബാലചന്ദ്രൻ ആകെ പരിശ്രമിച്ച് കരുതുകയാണ്, എന്റെ അമ്മോ, ഞാൻ ജയിലിലാവുന്ന ലക്ഷണമാണല്ലോ. ശ്രീരഞ്ജിനി രാജേശ്വരിയോട് പറയുകയാണ്, ശരി, ഇവിടെ ഏതായാലും രാജേശ്വരിക്ക് പണം കിട്ടി ബോധിച്ചല്ലോ. ഇനി ഈ 10 ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞ് ശാരദാമ്മയോ മക്കളെയോ ശല്യപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ നമ്മൾ തമ്മിലുള്ള സംസാരം ഇനി ഇവിടെ വെച്ചായിരിക്കില്ല. ഇപ്പോഴേ പറഞ്ഞ കേസ് അവസാനിപ്പിക്കുകയാണ്. അന്നേരം ശ്രീരഞ്ജിനിക്ക് ഒരു ഫോൺ വരികയാണ്. ഹലോ, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ഇത്തിരി തിരക്കുണ്ട്, ഞാൻ ഇറങ്ങുവാന്നും പറഞ്ഞ് ശ്രീരഞ്ജിനി പോവുകയാണ്. ശാലിനിയെ ചേർത്ത് പിടിച്ച് ശാരദാമ്മ പറയുകയാണ്, മോളെ, നീ കൃത്യസമയത്ത് വന്നാണ് എല്ലാത്തിനും ഒരു പരിഹാരമുണ്ടാക്കിയത്. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഇത് പരിഹാരമല്ല, സുന്ദരൻ ഉടായിപ്പാണ്. 3 പിള്ളേരുടെ തള്ളയാവുന്നത് വരെ ശാരദ എന്റെ കൂടെയല്ലേ കഴിഞ്ഞത്. എനിക്കറിയാം അവള് കള്ളം പറയില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇവിടന്ന് കള്ളൻ പണം കൊണ്ടുപോയി എന്ന് പറഞ്ഞ കഥ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ പിന്നെ ഈ മോളങ്ങ് പുറത്ത് കറങ്ങിയിട്ട് വന്നപ്പോൾ കൈ നിറയെ കാശ് കിട്ടിയെന്ന് പറഞ്ഞാൽ അതല്പം വളഞ്ഞ വഴിയായാലേ പറ്റൂ. ഇവൾ ഒരാൾ വിചാരിച്ചാൽ 10 ലക്ഷം കിട്ടുമെങ്കിൽ മക്കൾ 3 പേരും കൂടി ഒരുമിച്ച് വിചാരിച്ചാൽ കോടികൾ ഉണ്ടാക്കാൻ പറ്റും. ഒരു കൈ സഹായത്തിന് വേണമെങ്കിൽ നിനക്കും ഇറങ്ങാം കാശുണ്ടാകാൻ. അന്നേരം ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയാണ് ശാലിനി. ദേഷ്യപ്പെട്ട് ബാഗ് എടുത്ത് ഗോപാലകൃഷ്ണന്റെ നേരെ എറിയുകയാണ് ശാലിനി. അതിനുശേഷം ഗോപാലകൃഷ്ണന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് എന്തു പറഞ്ഞടോ എന്ന് ചോദിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണനെ പുറത്തേക്ക് ഇറക്കുകയാണ്. അതിനുശേഷം അവിടെ കിടന്ന ഒരു കല്ലെടുത്ത് ഗോപാലകൃഷ്ണനെ ഇടിക്കാനായി ഓങ്ങുകയാണ്. അന്നേരം എടി എന്ന് വിളിച്ചുകൊണ്ട് രാജേശ്വരി അവിടേക്ക് ചെല്ലുകയാണ്. എടി നിന്നെ ഞാൻ എന്നും പറഞ്ഞ് രാജേശ്വരി ശാലിനി അടിക്കാനായി ചെല്ലുമ്പോൾ ദേ എന്നും പറഞ്ഞ് കൈ തടുക്കുകയാണ് ശാലിനി. എന്റെ ദേഹത്ത് തൊട്ടാൽ നിങ്ങളുടെ വൃത്തികെട്ട കൈ ഞാൻ വെട്ടും തള്ളേ. അന്നേരം ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ്, നിർത്തടി നിന്റെ തോന്നിയാസം. എന്നിട്ട് ശാലിനിയുടെ കയ്യിൽ നിന്നും ആ കല്ല് വാങ്ങി ദൂരേക്ക് എറിയുകയാണ് ശാരദാമ്മ. ആരുടെ മേലാടി നീ കൈവച്ചത്? അത് ഈ നാട്ടുകാർ മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ. അമ്മേ, ഇയാളെന്ന് ശാലിനി പറയുമ്പോഴേക്കും ശാലിനി അടിക്കുകയാണ് ശാരദാമ്മ. അതിനുശേഷം ശാരദാമ്മ അലറുകയാണ്, കേറിപ്പോടി അകത്തേക്ക്. ഒരക്ഷരം മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോവുകയാണ് ശാലിനി. രാജേശ്വരി പറയുകയാണ്, ശാരദേ, ഒരു ഓഞ്ഞ IPS മടിക്കുത്തിലുണ്ടെന്ന് കരുതി നീ അധികം നെകളിക്കരുത്. പാടത്തു നിന്നും വരമ്പത്തേക്ക് നീ കയറി വാ. അവിടെ നിനക്ക് ഈ രാജേശ്വരി കൂലി വച്ചിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ ഈ അപമാനത്തിനും. അതിനുശേഷം ബാലചന്ദ്രനോട് പറയുകയാണ്, വണ്ടി എടുക്കട, കേറ് മനുഷ്യ എന്ന് ഗോപാലകൃഷ്ണനോടും പറയുന്നു. അത് കഴിഞ്ഞ് ശാരദാമ്മയോട് ശാരിക പറയുകയാണ്, അത് വേണ്ടായിരുന്നു അമ്മേ. ആ രാജേശ്വരിയുടെയും ബാലചന്ദ്രന്റെയും ഒക്കെ മുൻപിൽ വെച്ച് അവളുടെ മനസ്സ് എന്ത് വേദനിച്ചിട്ടുണ്ടാകുമെന്ന് ആലോചിച്ചു നോക്ക്. ശാരദാമ്മ അവിടെ തന്നെ നിന്ന് സങ്കടപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ ആരോട് ഫോണിൽ സംസാരിക്കുകയാണ് രാഘവൻ നായർ. രാഘവൻ നായർ പറയുകയാണ്, ശരി ശരി, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. മണ്ഡപം ഏത് വേണമെങ്കിലും നമുക്ക് ശരിയാക്കാം. രാജശേഖരൻ ജോത്സ്യനെ കണ്ടിട്ട് വിളിക്ക്. ഭാമ ഇവിടെ അടുത്തുണ്ട്, ഞാൻ പറയാം. വെച്ച ശേഷം പിന്നെ രാജശേഖരൻ നായർ പറയുന്നതേ എന്ന് രാഘവൻ നായർ പറയാൻ തുടങ്ങുമ്പോൾ സത്യഭാമ പറയുകയാണ്, എല്ലാം ഞാൻ കേട്ടു. രാജേട്ടന്റെ അഭിപ്രായം തന്നെയാണ് എനിക്കും. ഇതിനി മാറ്റിവെച്ചാൽ ശരിയാകില്ല. ഇന്നലെയും സുസ്മി വന്ന് എന്റെ അടുത്ത് കുറെ കരഞ്ഞു. അവൻ ഇൻസൾട്ട് ചെയ്തു എന്നും പറഞ്ഞ്.
അവന്റെ ഈ കളിയൊക്കെ മതി, ഇനി കല്യാണം. രാഘവൻ നായർ പറയുകയാണ്, അപ്പോ ശരി, ഇനി കല്യാണമാകാം. ഇത്തവണയെങ്കിലും വിളിക്കേണ്ടവരെ ഒന്നും വിട്ടുപോകരുത്. ഇപ്പോഴേ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പിള്ളയോട് പറയണം. ഓർമ്മ വരുന്നവരെ ഓരോന്നോരോന്നായി ഓരോ ദിവസവും എഴുതി ചേർക്കാമല്ലോ. അന്നേരം അവിടേക്ക് പുറത്തുനിന്നും വരികയാണ് വിഷ്ണു. കയറി വന്ന വിഷ്ണു ചോദിക്കുകയാണ്, എന്താണ് രണ്ടുപേരും കൂടി പൂമുഖത്തൊരു ഗൂഢാലോചന? രാഘവൻ നായർ പറയുകയാണ്, ഗൂഢാലോചന തന്നെ, നിന്നെ പിടിച്ച് കെട്ടിക്കാൻ. ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഒരു പോക്കല്ലേ, ഇനിയെങ്കിലും പിടിച്ചു കെട്ടിയിടാനാണ് ഞങ്ങൾ രണ്ടാളുടെയും തീരുമാനം. ഉടൻ തന്നെ കല്യാണം. സുസ്മിതയുടെ അച്ഛനും അമ്മയും പോയിട്ടുണ്ട് ജോത്സ്യനെ കണ്ട് ദിവസം കുറിക്കാൻ. വിഷ്ണു ചോദിക്കുകയാണ്, എന്തിന് ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? ഇതിപ്പോ ആരോട് ചോദിക്കാനാണ്? സാധാരണ മക്കളുടെ കല്യാണം തീരുമാനിക്കുന്നത് അച്ഛനമ്മമാരാണ്. നിനക്കിപ്പോ എതിർപ്പെങ്ങാനും ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളണം എന്ന് സത്യഭാമ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, എന്റെ അമ്മേ, അതൊന്നുമല്ല. ഇത്ര പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ? സത്യഭാമ ചോദിക്കുകയാണ്, ഇത്ര പെട്ടെന്നോ? സരളയുമായിട്ട് വാക്കുറപ്പിച്ചിട്ട് ഇപ്പോ തന്നെ എത്ര നാളായി? രാജേട്ടൻ വിദേശത്തായിരുന്നത് കൊണ്ടാണ് കല്യാണം ഇത്രയും നീട്ടിവച്ചത്. ഇതിനിടയില് സുസ്മിത ഇവിടെ വന്ന് താമസവും തുടങ്ങി. കല്യാണത്തിന് മുൻപ് തന്നെ അവൾ ഈ വീടിന്റെ മരുമകളായി എന്നർത്ഥം. ഇപ്പോ രാജേട്ടൻ നാട്ടിലെത്തി, ഇനിയിപ്പോ ആ ചടങ്ങ് നടത്തണം, അത്രയുള്ളൂ. അമ്മയെന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയാണ് വിഷ്ണു. മംഗളകർമ്മങ്ങൾ നീട്ടിവെക്കരുത് എന്നാണ് പ്രമാണം, പ്രത്യേകിച്ച് മംഗല്യം. തീരുമാനിച്ചാൽ ഉടൻ നടത്തുന്നതാണ് ഉചിതം എന്ന് പറയുകയാണ് രാഘവൻ നായർ. വിഷ്ണു പറയുകയാണ്, പക്ഷേ അച്ഛ, മനസ്സുകൊണ്ട് ഒരു കല്യാണത്തിന് തയ്യാറെടുത്തിട്ടില്ല ഞാൻ. ഒരു ഭർത്താവാകാനുള്ള പാകതയൊക്കെ ഉണ്ടോ എനിക്ക് എന്നാണ് എന്റെ സംശയം. ചിരിച്ചുകൊണ്ട് സത്യഭാമ പറയുകയാണ്, കറക്റ്റ്. അതുകൊണ്ട് തന്നെയാണ് എന്റെ മോനെ കൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നീ എന്ത് തമാശയാടാ സുസ്മിതയുടെ അടുത്ത് കാണിക്കുന്നത്? അവൾ കുക്കിംഗ് കോമ്പറ്റീഷനിൽ തോറ്റപ്പോൾ മധുര വിതരണം നടത്തി അവൾ ഒരു വേസ്റ്റ് ആണെന്ന് ഇവൻ പറയുന്നു. കഷ്ടം, അവൾക്കത് എന്തുമാത്രം ഫീൽ ചെയ്തെന്ന് നിനക്കറിയാമോ? ഇപ്പൊ നീ തന്നെ പറഞ്ഞതുപോലെ നിനക്കിനിയും കുട്ടികളി മാറിയിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. അതൊന്നും ഉൾക്കൊള്ളാനുള്ള ത്രാണി അവൾക്കും ഇല്ല. ഈ ഇണക്കവും പിണക്കവും ഒക്കെ മതിയാക്കാനുള്ള സമയമായി. അതാണ് രണ്ടിനെയും പിടിച്ചു കെട്ടിക്കുന്നത് അല്ലേ രാഘവേട്ട? അതേന്ന് പറയുകയാണ് രാഘവൻ നായരും. പക്ഷെ അമ്മ, ഞാൻ എന്ന് വിഷ്ണു പറയുമ്പോൾ ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുകയാണ്, മതി നിർത്ത്. ഇതൊരു കൂടിയാലോചനയല്ല, തീരുമാനമാണ്. അത് നിന്നെ അറിയിച്ചു എന്ന് മാത്രം. സത്യഭാമയ്ക്ക് വാക്കാണ് സത്യം. അതിനി മാറ്റം ഉണ്ടാകില്ല. ഇതൊന്നും ഇഷ്ടപ്പെടാതെ അകത്തേക്ക് തന്നെ പോവുകയാണ് വിഷ്ണു. രാഘവൻ നായർ ചോദിക്കുകയാണ്, എന്താ ഭാമേ, എപ്പോഴും അവൻ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ ഇടനിലച്ച് നിൽക്കുകയാണല്ലോ. ഇനി എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ? ഏയ്, ഒന്നും ഉണ്ടാകില്ല രാഘവേട്ട. ചുമ്മാ കറങ്ങി നടക്കാനുള്ള അവന്റെ നമ്പര്. അവളെ വലിയ ഇഷ്ടമാണെന്ന് അതല്ലേ സുസ്മിതയ്ക്ക് അവൻ ലവ് ലെറ്റർ ഒക്കെ എഴുതിയത്. നമുക്ക് മുൻപിൽ കല്യാണത്തിനങ്ങ് പെട്ടെന്ന് സമ്മതിച്ചു തരാൻ ഒരു ചമ്മൽ, അത്രയുള്ളൂ. പിന്നെ ഈ കാണിക്കുന്നതിലൊന്നും ഒരു കഴമ്പും ഇല്ല. കല്യാണ ദിവസം കാറിൽ കയറാൻ മടിച്ചു നിന്ന ആളാണ് അവന്റെ അച്ഛനും. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിരിക്കുകയാണ് രാഘവൻ നായർ. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഭാര്യയുടെ പിന്നിൽ നിന്നും മാറാതായത്. ഒന്ന് പോടി അവിടെ നിന്നൊക്കെ പറയുകയാണ് രാഘവൻ നായർ. പിന്നീട് കാണിക്കുന്നത് രാത്രി കുടുംബശ്രീ വീട്ടിലേക്ക് വരികയാണ് കുറുപ്പ് സാർ. ഇവിടെ ആരുമില്ലേ ശാരദാമ്മ എന്ന് വിളിക്കുമ്പോൾ പുറത്തേക്ക് വരികയാണ് ശാരദാമ്മയും ശാരികയും ശ്യാമയും. കുറുപ്പ് സാറോ, ഇരിക്കണം. വേണ്ട, നാളത്തെ സ്വീകരണത്തിന്റെ കാര്യമെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. മുമ്പ് പറഞ്ഞിരുന്നില്ലേ, സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ പാസ്സായ ശാലിനിക്ക് റെസിഡൻസ് അസോസിയേഷൻ വക ചെറിയ ഒരു സ്വീകരണം ഇവിടെ നമ്മുടെ കരയോഗ ഹാളിൽ വച്ചാണ്. ശാരദാമ്മ ശ്യാമയോട് പറയുകയാണ്, മോളെ, നീ ചെന്ന് അവളെ വിളിക്ക്. കുഞ്ഞേച്ചി മുറിയടച്ച് ഇരിക്കുകയാണ്. ഞാൻ കുറച്ചു മുമ്പ് ചെന്ന് തട്ടിയിട്ടും തുറന്നില്ല. കുറുപ്പ് സാർ വന്നിരിക്കുകയാണെന്ന് പറയുക. അവള് വരും, ചെല്ലെന്ന് പറഞ്ഞ് ശ്യാമയെ പറഞ്ഞു വിടുകയാണ് ശാരദാമ്മ. കുറുപ്പ് സാർ ചോദിക്കുകയാണ്, അല്ല, ശാലിനിക്ക് എന്ത് പറ്റി? രാവിലെ ഇവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി കുറുപ്പ് സാറേ. ആ രാജേശ്വരിയും ഗോപാലേട്ടനും ഒക്കെ വന്നിട്ട് ചില പ്രശ്നങ്ങൾ സംസാരിച്ച് മൊത്തം കുഴപ്പമായി കാര്യങ്ങൾ. പ്രത്യേകിച്ചും ശാലിനിയുടെ സ്വഭാവം അറിയാമല്ലോ. ഇടയ്ക്കുണ്ടായൊരു ക്ഷോഭത്തിൽ ഞാൻ അവളെ ഒന്ന് തല്ലിപ്പോയി. അതിന്റെ പിണക്കത്തിൽ കയറി മുറിയടച്ച് ഇരിക്കുകയാണ് അവൾ. കുറുപ്പ് സാർ പറയുകയാണ്, ആ രാജേശ്വരിയുടെയും ഗോപാലകൃഷ്ണന്റെയും മുന്നിൽ വെച്ച് അത് വേണ്ടായിരുന്നു ശാരദാമ്മേ. കുട്ടിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു കാണും എന്ന് പറഞ്ഞാൽ പറ്റിപ്പോയി കുറുപ്പ് സാറേ. മനസ്സുകൊണ്ട് 1000 വട്ടം അതിന് മാപ്പ് പറയുകയും ചെയ്തതിന് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അതേസമയം പുറത്തേക്ക് വരികയാണ് ശാലിനി. കുറുപ്പ് സാർ പറയുകയാണ്, അസോസിയേഷന്റെ വക ഒരു സ്വീകരണത്തിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ ശാലിനി? അത് നാളെയാണ് കരയോഗ ഹാളിൽ വെച്ച്. അന്നേരം ശാലിനി മുഖത്ത് നോക്കാതെ പറയുകയാണ്, ഞാനൊരു സ്വീകരണത്തിനും ഇല്ല. ഐ എം സോറി. അയ്യോ എന്ന് പറഞ്ഞാൽ ശാലിനിക്കുള്ള സ്വീകരണം മാത്രമേ ഉള്ളൂ ഫംഗ്ഷൻ. അതിന് ശാലിനി വരില്ല എന്ന് പറഞ്ഞാൽ
ശാലിനി പറയുകയാണ്, പകല് തന്നെ നാട്ടുകാരുടെ മുൻപിൽ വെച്ച് വേറൊരു സ്വീകരണം എനിക്ക് കിട്ടിക്കഴിഞ്ഞു, അതും സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്നും. അതിനപ്പുറം ഇനിയൊരു സ്വീകരണം എനിക്ക് വേണ്ട. കുറുപ്പ് സാറ് വന്നെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങി വന്നത്. ഇക്കാര്യം പറഞ്ഞ് ഇനി എന്നെ വിളിക്കരുത്. ഇതെന്റെ അവസാന വാക്കാണ്, തീരുമാനം. അത്രയും പറഞ്ഞ് ശാരദാമ്മയൊന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് ശാലിനി. കുറുപ്പ് സാർ പറയുകയാണ്, ചേട്ടാ ഇതൊട്ടും പ്രതീക്ഷിക്കാത്തതാണല്ലോ. ഞാൻ മുമ്പിട്ട് നിന്നാണ് ശാലിനിക്കുള്ള സ്വീകരണം സംഘടിപ്പിച്ചത്. വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം മെസ്സേജും അയച്ചു കഴിഞ്ഞു. അതിന് മാറ്റിവെക്കുന്നതും വേണ്ടാന്ന് പറയുന്നതും നാണക്കേടാണ്. ശാരദാമ്മ പറയുകയാണ്, ഞാനൊന്ന് പോയി കാല് പിടിച്ചു നോക്കാം കുറുപ്പ് സാറേ. അതേ ഉള്ളൂ ഇനി ഒരേ ഒരു വഴി. അന്നേരം ശാരിക പറയുകയാണ്, അമ്മ ഇനി ആരുടെയും കാല് പിടിക്കാൻ പോകണ്ട. നാളത്തെ സ്വീകരണത്തിന് അവൾ വന്നിരിക്കും. ശാരികയാണ് പറയുന്നത്. ഞാനൊന്ന് നോക്കട്ടെ അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോ എന്ന്. അത്രയും പറഞ്ഞകത്തേക്ക് പോവുകയാണ് ശാരിക. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ശാരദാമ്മേ, സ്വീകരണത്തിന്റെ കാര്യങ്ങൾ കുറേയേറെ അറേഞ്ച് ചെയ്യാനുണ്ട്. അതിന് വെറുതെ ആകുമോ എന്നാണ് ഇപ്പോഴത്തെ എന്റെ സംശയം. അയ്യോ, അവളോടൊന്നും തോന്നരുതേ കുറുപ്പ് സാറേ. സാറിനോടല്ല എന്നോടുള്ള പിണക്കം കൊണ്ടാണ് അവൾ അങ്ങനെ അർത്ഥമുറിച്ച് സംസാരിച്ചത്. ഏയ്, എനിക്കങ്ങനെ തോന്നുമോ ശാരദാമ്മേ? അവള് എന്റെയും കൂടി കുട്ടി തന്നെയല്ലേ. നമുക്ക് നോക്കാം അവളുടെ തീരുമാനം എന്താണെന്ന്. എന്നാ പിന്നെ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിറങ്ങുകയാണ് കുറുപ്പ് സാർ. പിന്നീട് കാണിക്കുന്നത് ആകെ വിഷമിച്ചിരിക്കുന്ന വിഷ്ണുവിനെയാണ്. വിഷ്ണുവിന്റെ അടുത്തേക്ക് വരികയാണ് പ്രീതി. എന്താ വിഷ്ണുവേട്ട ആകെ വിഷമിച്ചിരിക്കുന്നത്? ജയേച്ചി വന്ന് വിളിച്ചപ്പോൾ അത്താഴം വേണ്ടെന്ന് പറഞ്ഞു വിഷ്ണുവേട്ടൻ. വിഷ്ണു പറയുകയാണ്, എനിക്ക് വേണ്ടടി. എന്ത് പറ്റി വിഷ്ണുവേട്ടന്? എപ്പോഴും എന്നെ ആശ്വസിപ്പിക്കാറുള്ള ആളല്ലേ, ഇപ്പൊ ആകെ മൂഡൌട്ട്. ഞാൻ ആകെ പെട്ടിരിക്കുക. അച്ഛനും അമ്മയും എന്റെയും സുസ്മിതയുടെയും കല്യാണം നടത്താൻ പോവുകയാണ്. നിശ്ചയത്തിന്റെ തീയതി കുറിക്കാൻ വരെ സുസ്മിതയുടെ അച്ഛനമ്മമാരോട് വരാൻ പറഞ്ഞു. പിള്ളച്ചേട്ടനാണെങ്കിൽ ക്ഷണിക്കാനുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി മണ്ഡപം ബുക്ക് ചെയ്ത് താലി കെട്ടിയാൽ മാത്രം മതി. പെണ്ണ് പണ്ടേ റെഡിയാണല്ലോ. ആകെ മൊത്തം ഒരു ഭ്രാന്തിന്റെ വക്കിലാണ് ഞാനിപ്പോൾ. അവളുടെ കഴുത്തിൽ താലിയല്ല, എന്റെ കാലിൽ ചങ്ങലയാണ് അവരെല്ലാവരും കൂടി കെട്ടിത്തരാൻ പോകുന്നത്. ഒന്നാലോചിച്ച് പ്രീതി ചോദിക്കുകയാണ്, വിഷ്ണുവേട്ടന് ഒരു തരത്തിലും ഈ കല്യാണം അംഗീകരിക്കാൻ പറ്റില്ല അല്ലേ? എടി, ഇല്ലെന്ന് നിനക്ക് അറിയില്ലേ? എടി, എന്റെ മനസ്സിൽ ശാലിനി മാത്രമേ ഉള്ളൂ. ഇതെന്താ നിനക്കൊന്നും അറിയാത്തതുപോലെ? അറിയാം, പക്ഷെ അമ്മയുടെ മനസ്സിൽ സുസ്മിതയാണ് വിഷ്ണുവേട്ടന്റെ പെണ്ണ്, ഈ വീട്ടിലെ ഏക മരുമകൾ. വിഷ്ണു പറയുകയാണ്, അതെ, ആ തീരുമാനത്തിൽ നിന്നും അമ്മ പിന്മാറില്ല. ജീവൻ പോയാലും. അത് കേട്ട് പ്രീതി പറയുകയാണ്, കറക്റ്റ്. സുസ്മിതയെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് ഏട്ടൻ പറഞ്ഞാൽ ഈ കല്യാണം മുടങ്ങും. പക്ഷെ അമ്മ ഏട്ടന്റെ ആജീവനാന്ത ശത്രുവായി മാറും. എടി, ശത്രുത അല്ലെന്റെ വിഷയം. എടി, അമ്മയെ പിണക്കാൻ എനിക്ക് പറ്റില്ല എന്ന് നിനക്കറിയാമല്ലോ. അതെനിക്ക് താങ്ങാനാവില്ല ഒരിക്കലും. മനസ്സിലായി. അപ്പോ അമ്മയുടെ പിണക്കം വരുത്തി വെക്കാതെ ഈ കല്യാണം മുടക്കണം, അതല്ലേ വിഷ്ണുവേട്ടന്റെ ആഗ്രഹം? അതെ, അതിനെന്തെങ്കിലും പോവഴിയുണ്ടോ? നീ തന്നെ പറയ. ഉണ്ടേട്ടാ, സുസ്മിത തന്നെ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറണം. അതേയുള്ളൂ ഇതിനൊരു പ്രതിവിധി. ഏയ്, അതൊരിക്കലും നടക്കില്ല എന്ന് നിനക്കറിഞ്ഞുകൂടെ? ചവിട്ടി പുറത്താക്കിയാലും പിന്നാലെ കൂടുന്ന ടൈപ്പാണ്. എന്റെ അവസാനം കണ്ടേ അവൾ പോകൂ. പ്രീതി പറയുകയാണ്, ഏയ്, അത് മാറ്റാൻ ഒരു വഴിയുണ്ട്. സുസ്മിതയുടെ കാര്യങ്ങൾ തുറന്നു സംസാരിക്കുക. സമാധാനത്തോടെ അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. മറിച്ച് ഏട്ടന്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയുണ്ടെന്നും അതവൾ വിശ്വസിച്ചില്ലെങ്കിൽ ആളാരാണെന്നും വ്യക്തമായിട്ട് പറയണം. അന്നേരം ആലോചിച്ചു നിൽക്കുകയാണ് വിഷ്ണു. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.